പലരും സിംഗിൾ ആയിട്ടിരിക്കുന്നത് ആഗ്രഹമില്ലാഞ്ഞിട്ടോ സൗന്ദര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, മാന്യത സ്വല്പം കൂടിപ്പോയത് കൊണ്ടാണ്. നാട്ടുകാരുടെ മുമ്പിൽ മാന്യരാകാൻ മസിൽ പിടിച്ചു തുടങ്ങി. പിന്നെ പിന്നെ അതൊരു സ്വഭാവമായിട്ട് മാറി. ഇപ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് അതൊന്ന് കാഷ്വൽ ആയിട്ട് ഇടപെടണമെന്നും പ്രപ്പോസ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മസിൽ അതിനെ സമ്മതിക്കുന്നില്ല. അലമ്പ് കാണിച്ച് നടന്നോ 2-3 പ്രണയവും വിവാഹവും കുട്ടികളും ഒക്കെയായി. നമ്മൾ ഈ മസിലും കൊണ്ട് കുഴിയിലോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ പേടി. മറ്റു ചിലർക്ക് ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുടെ അവസ്ഥയാണ്. ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് തന്നെ വയറ് നിറച്ചു കിട്ടി. ഇപ്പൊ പ്രേമവും വേണ്ട, മണ്ണാങ്കട്ടയും വേണ്ട, ലേശം മനസമാധാനം. വേറെ ചിലരുടെ പ്രശ്നം ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ചുറ്റുപാടുകളുമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐശ്വര്യ റായ്, ഹൃതിക് റോഷൻ ലെവലൊക്കെയാണ്. പക്ഷെ നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വരുന്നതിന് അവർ തയ്യാറാകുന്നില്ല. അച്ഛന്റെ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ കോംപ്രമൈസ് ചെയ്ത് മലയാളം ആക്ടേഴ്സിന്റെ ലെവൽ വരെ ആക്കിയിട്ടുണ്ട്. അതിലും താഴ്ന്നതിനേക്കാൾ നല്ലത് സിംഗിൾ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത് എന്നാണ് തീരുമാനം. ചുരുക്കം ചിലർക്ക് കോൺഫിഡൻസിന്റെ ഒരു അസ്ഥിരയുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സിംഗിൾ ലൈഫ് ആണ് മോനെ അടിപൊളി. പിന്നെ വാലന്റൈൻസ് ഡേക്കോ വല്ല പാർട്ടിക്കും കല്യാണത്തിനും ഒക്കെ പോകുന്ന ചെറുങ്ങനെ കണ്ണൊന്നും നനയും. സാരമില്ല, അത് പെട്ടെന്ന് തന്നെ ശീലമായിക്കോളൂ.